ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓറഞ്ച് വ്ളോഗ്സ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ തിരുപ്പതി ട്രിപ്പിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഈ പ്രാവശ്യം തിരുപ്പതി ട്രിപ്പ് പോയിട്ട് കാളഹസ്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ഒരു അമ്പലമുണ്ട് കാളഹസ്തി. അവിടെ അമ്പലത്തിൽ പോയിട്ട് എനിക്ക് പുറത്ത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഷ്ടിച്ച് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കമ്പനിക്ക് കിട്ടിയ ഫ്രണ്ട്സാണ് ഈ പപ്പീസ്. ഇവരിങ്ങനെ അവിടെ ഓടി നടന്ന് കളിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവർ കുഞ്ഞു കുട്ടികളാണ്, 2 മാസം എങ്ങാനും ആയിട്ടുണ്ടാവുള്ളൂ കേട്ടോ പപ്പീസ്. അത്രയും കുഞ്ഞിതാ. അപ്പോൾ 4 പേരുണ്ട്. ഇവരിങ്ങനെ ഒരു പേടിയില്ലാതെ അവിടെ ഇങ്ങനെ ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവരെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. ഞാനപ്പോൾ അവിടെ കടയിൽ പോയി ബിസ്ക്കറ്റ് മേടിച്ച് കൊണ്ടുവന്ന് അവർക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തു കേട്ടോ. അവർ ബിസ്ക്കറ്റൊക്കെ കഴിക്കും. അവരതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് വന്നിട്ട് എൻ്റെ കൂടെ, ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വന്നിരുന്നപ്പോൾ അവരെൻ്റെ കൂടെ വന്ന് എൻ്റെ അടുത്ത് എൻ്റെ കാലുമ്മ പെറ്റി പിടിച്ചിരിക്കണതാണ് കേട്ടോ കാണുന്നത്. 2 പേര് എൻ്റെ കൂടെ വന്നിട്ടുള്ളൂ. ടോട്ടൽ 4 പേരുണ്ടായിരുന്നു കേട്ടോ. ഇവർ 2 പേരും എൻ്റെ കൂടെ അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് എൻ്റെ കാലിൽ ചൂടും പറ്റി. കാലത്തായിരുന്നു, അപ്പോൾ ഇത്തിരി തണവൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കാലിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കാലിൽ തണവും പറ്റി എങ്ങനെ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പം ഇങ്ങോർക്ക് ഇത്തിരി കുശുമ്പായിട്ടാണ് അങ്ങോരെ തള്ളിയിട്ടിട്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവർ നല്ല ഉറക്കമായിരുന്നു, നിറയെ ബിസ്ക്കറ്റ് തിന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അവർ കുഞ്ഞു കുട്ടികളായ കാരണം അവരെ കാണുമ്പോൾ എല്ലാവർക്കും നല്ല ക്യൂട്ട്നെസ് തോന്നുന്നുണ്ട്. എല്ലാവരും കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയവർ വരെ അവരൊന്ന് നോക്കി കളിപ്പിച്ചിട്ടേ പോകണുള്ളൂ കേട്ടോ. അത്രയും നല്ല ക്യൂട്ടായി 4 പപ്പീസ്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഇവരായിരുന്നു കമ്പനി. അത് കാരണം എൻ്റെ ഒരു 1.5 മണിക്കൂർ പോയതേ ഞാൻ അറിഞ്ഞില്ല. ബോറടിച്ചേ ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമയം പോയത് അറിഞ്ഞില്ല. ഇവരായിട്ട് ഞാൻ അങ്ങനെ അത്രയും ഇതായി എൻജോയ് ചെയ്തിട്ട് അവിടെ ഇരുന്നിരുന്നു. എനിക്ക് ബോറേ അടിച്ചില്ല. അപ്പം ഞാനിങ്ങനെ അവിടെ ഇരുന്ന് അവരൊക്കെ ആയിട്ട് സെറ്റായി ഇതായി. അവർക്ക് ബിസ്ക്കറ്റ് മേടിച്ചെടുത്തു. അവരെ അമ്മയാണ് കേട്ടോ വന്നത്. അമ്മ അങ്ങനെ വലിയ പട്ടിയാണെങ്കിലും കാണുമ്പോൾ നമുക്ക് പേടിയാവുന്നൊന്നും വേണ്ട. എന്ന് വെച്ചാൽ അവരിവിടെ എല്ലാ കടയിലും, ഇവിടെ ഇങ്ങനെ കടകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അതിൻ്റെ മുന്നിലൊക്കെ ഇവർ കിടന്ന് നടക്കുന്നുണ്ടാവും. ആരും അവരൊന്നും ചെയ്യില്ല. ഒന്ന് ചീത്ത പറയണതോ അല്ലെങ്കിൽ കല്ലെടുത്തെറിയണതോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാവരും അവരെ നല്ല കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവരാച്ചാൽ എല്ലായിടത്തും ഓടി നടക്കുന്നുണ്ട്. ഈ ഗ്രൗണ്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ ചിലപ്പോൾ വണ്ടികളൊക്കെ വരും. ഇവർ കുഞ്ഞു കുട്ടികളായാലും ഡ്രൈവർമാർക്ക് കാണും കൂടി ഇല്ല, നമുക്ക് പേടിയാവും. പക്ഷെ അവർ ഒരു കുഴപ്പമില്ലാണ്ട് അവിടെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. റോട്ടിലേക്ക് കടക്കാൻ സമ്മതിക്കില്ല, അവിടേക്ക് കടത്തൂല. അപ്പോഴേക്കും ഇങ്ങോട്ട് തന്നെ ആക്കും, ഈ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഉള്ളിൽ. ഞാനായിട്ട് നല്ല സെറ്റായി. ആളെൻ്റെ കാലുമ്പോൾ ഇങ്ങനെ പെറ്റി പിടിച്ചിരിക്കുക. എൻ്റെ അടുത്തുനിന്ന് പോണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് നല്ലൊരു കൂട്ടായിരുന്നു. അപ്പോൾ തിരുപ്പതി ട്രിപ്പ് വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞങ്ങളുടെ ട്രിപ്പിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 4200 രൂപയാണ് വരുന്നത്. അത് ഫുഡും താമസം അടക്കമാണ് വരുന്നത്. 4200 രൂപ ഒരാൾക്ക്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്നാണ്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ നിന്നാണ്. രാവിലെ മോർണിംഗ് 6 മണിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷൊർണൂർ വഴിക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വരണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ അതിന് റിപ്ലൈ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ലേഡീസിനായാലും വരണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്കാണ് എന്നുള്ള ഒരിതും വേണ്ട. ഞാനാണിത് മാനേജ് ചെയ്യണേ. ഈ ടൂർ കോർഡിനേറ്ററൊക്കെ ഞാനാണ്. അപ്പോൾ ആർക്കെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.